ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ആദ്യത്തെ വീഡിയോ ഞങ്ങൾ ഇടാൻ പോകണം, ഫസ്റ്റ് ടൈം വീഡിയോ ഗൈസ്. എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ ചാനൽ പേര് ദേവരാഗ് വ്ളോഗ്സ്. ഗൈസ്, എൻ്റെ പേര് ശ്രീരാഗൻ. ഞാൻ +2 പഠിക്കുന്നത്. ഇന്ന് നമ്മളെ അനിയനെ പരിചയപ്പെടാൻ പോവാണ്. അപ്പോൾ എൻ്റെ പേരാണ് ശ്രീദേവ്. ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഗൈസ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പല്ലരി വില്ല. ഇതാണ് പല്ലരി വില്ല ഗൈസ്. ഇതാണ് മെയിൻ ഗേറ്റ്. ഇന്ന് നമ്മൾ ഉള്ളിൽ കാണാൻ പോവുകയാണ്. ബാക്കിയൊക്കെ കാര്യം അനിയനൊക്കെ പറയും കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് പല്ലരി വില്ലയുടെ ഉള്ളിലേക്ക് പോവാം. ഇതാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ ഇതാണ്, ഈ വില്ലയുടെ ഉള്ളിലാണ് ഞങ്ങളുടെ വീടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ വീട് ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട് എല്ലാവരും വീട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഈ റോഡിൽ കൂടെ പോയിട്ട് നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഈ റോഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാം. വാ. ഗൈസ്, ഇവിടെ വീട് പണി നടന്നിട്ടിരിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഗ്രൗണ്ടാണ്, നല്ലൊരു ഗ്രൗണ്ടാണിത്. ഈ ഗ്രൗണ്ടിൽ നമുക്ക് ഷട്ടിൽ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, അങ്ങനെ എല്ലാ കളിയും കളിക്കാം. ഫുട്ബോൾ കളിക്കാം. അപ്പം നമുക്ക് ഗൈസ് നല്ല സുഖമായിട്ട് കളിക്കാം. വലിയ ഗ്രൗണ്ടാണ് ഗൈസ്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരേ ഒരു സ്ഥലമുണ്ട്. അത് വൈകുന്നേരമായ ഒരു 6 മണി ആകുമ്പോൾ ഞാൻ കളിക്കും. അത് ഏതാ സ്ഥലം ഞാൻ കാണിക്കാം. മണ്ണ് കൂട്ടി വെച്ചിട്ടുള്ളതാണ് ആ സ്ഥലം. ഒരു സ്ഥലം മേടിച്ചിട്ടില്ല. മേടിക്കുന്നവരത് മണ്ണ് ഇങ്ങനെ കൂട്ടി കളിക്കും. അത് ഞാൻ കയറും ഇറങ്ങും. എൻ്റെ നായ്ക്കുട്ടിയുടെ കൂടെ ഞാൻ കളിക്കും. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. അപ്പം ഞാൻ കളിച്ചു. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് പോയി കാണാം. അപ്പം ഇനി നമുക്ക് ആ ഭാഗത്തിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഇവിടേക്ക് കാണാൻ പോവാണ്, സീനറി കാണാൻ പോവാണ് കേട്ടോ. അവിടെ സ്വിമ്മിംഗ് പൂൾ നോക്കണ്ട എല്ലാം ഉണ്ട് ഗൈസ്. നമ്മളിപ്പോൾ കാണാൻ പോവാം. ഗൈസ്, ഈ വീട് പണി കഴിഞ്ഞിട്ടില്ല. ഇതൊരു പണി നടന്നിട്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പോഴത്തെ പണി ഇതാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോയിട്ടിരിക്കുകയാണ്. റോഡൊക്കെ വൃത്തിയാക്കാണ്ട് കുറച്ച് സമയം എടുക്കും പറയുന്നുണ്ട്. നല്ല ടാറൊക്കെ ഇട്ടിട്ട് വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. ഞങ്ങളുടെ വീട് ഇതാണ് ഫ്രണ്ട് ലുക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ. ഇപ്പോൾ പണി കഴിഞ്ഞിട്ടുള്ള ഈ ഷീറ്റിൻ്റെ ഒക്കെ. അപ്പം ഇനി വീടിൻ്റെ പെയിൻറ്റിങ് ഇതൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ നീല കളറൊക്കെ ഇപ്പോൾ തൽക്കാലത്തേക്ക് അടിച്ചു വെച്ചിരിക്കുകയാണ്. വേറെ കളർ അടിക്കും. ആ ടൈമിൽ നിങ്ങൾക്ക് വീടിൻ്റെ ഫുൾ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഭാഗത്ത് നല്ലൊരു സീനറി ഉണ്ട്. നല്ല അടിപൊളി സീനറിയാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല ഫോട്ടോസ് എടുക്കാം. ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവിടെ നിന്നിട്ടാവും ചില ഫോട്ടോസൊക്കെ. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഫോട്ടോസ് കാണുമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പോകാൻ ഞങ്ങളുടെ ഫോട്ടോസ് ശ്രീരാഗ്. എൻ്റെ ഏട്ടൻ്റെ ഇതെന്താ? എൻ്റെ ലിങ്ക് താഴെയുണ്ടാവും. ശ്രീരാഗ്._.1311. നിങ്ങളെല്ലാവരും എന്നെ ഫോളോ ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ഏട്ടൻ പറഞ്ഞു തന്നെ ഉള്ളൂ. എൻ്റെ ലിങ്ക് താഴെടും. ശ്രീദേവിൻ്റെ ലിങ്ക് _093. അവളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഞാൻ തിരിച്ച് നല്ല സപ്പോർട്ട്, കട്ട സപ്പോർട്ട് ഉണ്ടാവും. അപ്പം നമുക്ക് ബാക്കിയെല്ലാം കൂടി കാണാം. വീടുകളുണ്ട്. ഇവിടെ ഈ വീട്ടിലും 2 വീട്ടിലും മാത്രമേ ആൾക്കാരില്ലാത്തുള്ളൂ. ബാക്കി 3 വീട്ടിലും എല്ലാ താമസക്കാരുണ്ട്. അപ്പം നമുക്ക് ആ ഭാഗത്തേക്ക് കൂടെ പോവാം. സ്വിമ്മിംഗ് പൂൾ ഭാഗത്തൊക്കെ ഈ ഭാഗമാണ്. അപ്പോൾ ഒരു
ഈ ഭാഗത്ത് കപ്പ, പൂവ്, വാഴ ഇതൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് പൂ കാണാം. തുളസി തെങ്ങ്, ഇതാ തെങ്ങ് വെച്ചിട്ടുണ്ട്. തുളസി ലൈനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് തുളസി, തെച്ചി അങ്ങനത്തെ കുറച്ച് പൂക്കൾ ഇവിടെ ഉണ്ട്. ഇവിടെ പൂക്കൾ അതൊക്കെയാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വെള്ളം തളിക്കുന്ന അതാണ് വെള്ളം തളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ ആ ഭാഗത്ത് പോയി കാണാം. ബാ. അപ്പം ഞാനൊരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ ഈ ഭാഗത്ത് കാണണ്ടല്ലോ, ഇതൊക്കെ ഇതൊരു അമ്പലം ഉണ്ട്. ഇവിടെ അശിക്കത്ത് പറഞ്ഞൊരു അമ്പലമുണ്ട്. പറയുന്നവർ അത് വേണമെങ്കിൽ അവിടെ പോവാം. അപ്പോൾ ആ അമ്പലത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണിത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത തൊടി അവിടെയാണ് അമ്പലം ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. വരൂ. ഇതാണ് ഷെഡ്. എന്താ പണിക്കാരൊക്കെ ഉണ്ടാവും. ഈ ഭാഗമില്ല, മുൻഭാഗം ഞാൻ വീഡിയോയുടെ ലാസ്റ്റിൽ വരുമ്പോൾ അങ്ങനെ വരുമ്പോൾ കാണിച്ചു തരാം. ഇതൊക്കെ തന്നെ അങ്ങനെ തന്നെ വരുന്നത് ഈ ഭാഗമൊക്കെ. ഇത് നല്ലൊരു സ്ഥലമാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേ മയിൽപ്പീലി, മയിൽ ഇതൊക്കെ ഉള്ള സ്ഥലമാണിത്. അപ്പോൾ മിഞ്ഞാന്നും കൂടി എൻ്റെ അച്ഛന് 3 മയിൽപ്പീലി ഇവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ സ്പ്രിങ്ക്ലർ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ് ഇവിടെ. നല്ല ഫോട്ടോസ് എടുക്കാൻ എല്ലാം അടിപൊളി സ്ഥലമൊക്കെയാണിത്. ആ ഭാഗത്തൊക്കെ വാഴ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പോകണ്ടേ. വാ. അപ്പോൾ അതൊക്കെയാണ് ഷെഡിൻ്റെ ബാക്ക് സൈഡ്. വലിയൊരു ഷെഡ് തന്നെ. പണിക്കാരൊക്കെ ഉള്ള കാരണം അവിടെ വീട് കെട്ടിക്കുന്ന കാരണം അവിടെ താമസിക്കാനുള്ളവർക്കാണ് ഒരു വീട്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് സ്വിമ്മിംഗ് പൂൾ കാണാൻ പോവാണ്. പിന്നെ കുറേ പാടൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു മോസ്റ്റ് സീനറി എന്ന് പറയും. ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നല്ല അടിപൊളി ലുക്കാണ് ഇവിടേക്ക്. അപ്പോൾ ഈ ഭാഗത്ത് കൂടെ പോവാം. ഗൈസ് ഈ ഭാഗം പണി നടന്നിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഭാഗത്ത് കൂടെ പോവാം. നല്ല വേറെ ലോകമാണ് ഇതൊക്കെ. നല്ല അടിപൊളി ലോകം. പക്ഷി, കുളമല്ല ശരിക്കും ഇത് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ പണി നടന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും സ്വിമ്മിംഗ് പൂളിൻ്റെ ഒന്ന് അടുത്ത് വരെ പോയിട്ട് വരാം. സ്വിമ്മിംഗ് പൂൾ അടുത്ത് വരാം. ഇവിടുത്തെ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നത് കണ്ടോ. ഇങ്ങനെ നമുക്ക് നടന്ന് പോവാം. ഇത് പണി നടന്നിട്ടില്ല. ഇനിയും ഒരു 8 മന്തോ 9 മന്തോ കഴിയും പണി കഴിയണമെങ്കിൽ. അപ്പം ഇങ്ങോട്ട് വരും. ഗൈസ് സ്വിമ്മിംഗ് പൂളിൽ കുറച്ച് പണി ഉണ്ട് കേട്ടോ. ഇതിൽ കുറച്ചുകൂടി വൃത്തിയാക്കാണ്ട്, സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട്. ഗൈസ് ഇതാണ് പാടം. പാടത്തിൽ നിന്നൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ടാവും. നല്ല നമ്മൾ ഡാൻസ് കളിക്കുക അതൊക്കെ ഉണ്ടാവും. ഗൈസ് ഈ റോഡ് പോണ കാണണ്ടല്ലോ, ആ റോഡാണ് തൃത്താല റോഡ്. തിരുത്താലയിലുള്ളവർക്കൊക്കെ ഞങ്ങളുടെ വീട് അവിടുന്ന് ഓട് മാത്രമേ കാണുള്ളൂ. ബ്രൗൺ കളർ റോഡ് അല്ല മെറൂൺ കളർ റോഡ് അത് മാത്രമേ കാണുള്ളൂ. ഞാനൊന്നും കാണില്ല. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ എൻ്റെ ഒരു ഫോട്ടോ ഇതിലുണ്ടാവും. ഈ സ്ഥലത്ത് ഇതിൻ്റെ മുകളിലത്തെ ഒരു ഫോട്ടോ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ നോക്കി നടക്കണം എല്ലാം. പിന്നെ ഇവിടെ വരുന്നതൊക്കെ ഒരു കുഴിയുണ്ട്, നല്ല വെള്ളം, ഒരു കല്ലുണ്ട്. നല്ല വെള്ളമാണ്, അടിപൊളി വെള്ളമാണ്. ഫ്രഷ് 24 hours ഇവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതാ പാടം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ചൊക്കെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടിപൊളി എവിടെ കണ്ടോ അടിപൊളി ലുക്ക് എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല. റോഡ് ഏട്ടൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും കാണണമെന്നുണ്ടെങ്കിൽ റോഡിലൂടെ പോണൊക്കെ കാണാം. ഇനി നമുക്ക് അവിടേക്ക് പോവാം. ആ സ്ഥലം കൂടി കാണാം. ഇത് തന്നെ ഓറായി പോകും. അപ്പം ഇനി നമുക്ക് അവിടെ നിന്ന് കാണാം.
വില്ലയ്ക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ഇത് സീനറി കിട്ടുമെന്ന് വെച്ചാൽ അത് കപ്പയും വാഴയും പാടും ഇതൊക്കെയാണ് നല്ലൊരു ഭംഗിയുള്ളൊരു സീനറി ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങൾ ഇവിടെ മേടിച്ചു. നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ ഒരു മയിലാണ് നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ പ്രാവശ്യം അപ്പോൾ പറഞ്ഞു. അപ്പോൾ അവിടെ മയിൽ നിൽക്കുന്നുണ്ട്. സോറി കേട്ടോ. അപ്പോൾ അവിടെ ഒരു മയിൽ നിൽക്കുന്നുണ്ട്. നമ്മൾ അടുത്ത് പോയാൽ പറഞ്ഞു പോകും. ഏട്ടാ സൂം ചെയ്ത് കാണിക്കും. ഗൈസ് നമ്മൾ അടുത്ത് പോവാം, മെല്ലെ പോവാം കേട്ടോ. മെല്ലെ പോവാം. സൂം ചെയ്തിട്ടുണ്ടോ? മയിൽ പോയി. ഞങ്ങൾ ഒന്നും ശബ്ദം ഉണ്ടാക്കിയില്ല. അത് പാറ്റിന് അതോട് പോയി. ഉണ്ടാതെ വന്നതായിരുന്നു, പോയി. സാരില്ല ഗൈസ്, നമ്മൾ പിന്നെ കാണാം. പിന്നെ വീടെടുക്കുമ്പോൾ നമ്മൾ മൈപ്പീലിയൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇങ്ങോട്ട് കണ്ട നിങ്ങളെല്ലാവരും. അതാ ആ കാണുന്ന കളറാണ് ഞങ്ങളുടെ വീടിൻ്റെ കളർ കേട്ടോ. നമ്മൾ തിരുത്താല റോട്ടിൽ കൂടെ നോട്ടീസ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഈ വീടിൻ്റെ കളറ്. എല്ലാവർക്കും കാണാം. ഇതൊക്കെയാണ് കപ്പ. ഇതൊക്കെ ഉള്ളിലേക്ക് പോയാൽ വലിയത് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്കിനി അവിടേക്ക് തന്നെ തിരിച്ചു പോവാം. വാ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. നല്ല ഭംഗിയായിട്ടാണ് മാവ്, പിന്നെ തെങ്ങൊക്കെ വേണ്ട. നല്ല അടിപൊളി തെങ്ങ്, പിന്നെ പ്ലാവ്, ഇതൊക്കെ നിറച്ചുണ്ട്. ഇത് വെണ്ടയാണ്. വെണ്ടയൊക്കെ പോയി. അപ്പോൾ നമുക്കിനി പോവാം. വെറുതെ ഇനി ഇവിടെ നടന്നിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ പാടം. ഇതൊക്കെ നമുക്ക് കുറച്ച് ഭാഗം കൂടി കാണിക്കാണ്ട് വരും. ഗൈസ് ഒരു കാര്യം അവിടെ കാണിക്കേട്ടാ. വാഴ നോക്കൂ. ഇതൊക്കെ പോകുമ്പോഴാണ് കാണുന്നത്. സോറി കേട്ടോ, ഇടയിൽ വിളിച്ചങ്ങോട്ട് തിരിക്കണേന്. ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് സോറി പറയണേ. സോറി, ക്ഷമിക്കണം. അപ്പോൾ ഏട്ടൻ കുറേ നേരമായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഏട്ടൻ ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഇരിപ്പിച്ചതാണ്. ഇരിപ്പിച്ചതെന്നല്ല, ഏട്ടന് കാല് വയ്യാ തോന്നിയിട്ട് ഏട്ടൻ ഇരുന്നതാണ്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നല്ല സീനറിയാണ്, അടിപൊളിയാണ്. ഇതാ അപ്പോൾ ഗൈസ് നമ്മൾ അതേ തിരിച്ച സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. പോയി നോക്കിയാലോ. ദാ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി വെറുതെ ഒന്ന് പോയി കണ്ടിട്ട് ചിലർക്ക് കാണുന്നുണ്ടാവും. ഗൈസ് സൂപ്പറല്ലേ ഗൈസ്? നല്ല ഇവിടുന്ന് നല്ല സൂപ്പറായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം. നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഇവിടെ അവിടെയൊക്കെ പാമ്പൊക്കെ ഉണ്ടാവും പറയേണ്ട ആൾക്കാർ. അത് നമ്മൾ തിരിച്ചതേ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ തിരിച്ചതേ സ്ഥലത്തേക്ക് പോവാം കേട്ടോ. ഏട്ടനൊന്ന് കുറേ നേരമായില്ലേ വീഡിയോ ഫോൺ പിടിച്ചിട്ടിരിക്കണം. അപ്പം ഞാൻ ഏട്ടന് കുറച്ച് നേരം വർത്താനൊക്കെ പറയട്ടെ വിചാരിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ കാണണം, എല്ലാവരും കാണണം കേട്ടോ. നല്ല അടിപൊളി ലുക്ക് തന്നെയൊക്കെ ഇവിടെയൊക്കെ നോക്കൂ. തെങ്ങ് ഇതൊക്കെ എല്ലാം വെച്ചിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ തോന്നി. അപ്പോൾ നമ്മൾ പോവാം, പോയിട്ടിരിക്കുകയാണ് നമ്മൾ. ഓൺ ദി വേ എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ അവിടെയൊക്കെ കുറച്ച് വെയിലാണ്. നോക്കൂ, നല്ല സൂര്യപ്രകാശം ഇങ്ങനെ അടിച്ച് തൂക്കുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഏട്ടൻ്റെ മുഖം ക്ലിയർ ആയി കാണുന്നുണ്ടാവും അല്ലേ? നമ്മുടെ വീടിൻ്റെ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഷെഡിൻ്റെ മുൻഭാഗം ഇതാണ്. അത്രയ്ക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യില്ല, പണിക്കാർ എപ്പോഴെങ്കിലൊക്കെ വരുന്നത്. താമസിച്ചില്ല കേട്ടോ. പറയണ്ടല്ലോ, കുറേ
ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞങ്ങളുടെ വീടിൻ്റെ. അത് ഞങ്ങളുടെ വീടിൻ്റെ ഉള്ളിലത്തെ കുറച്ച് ഭാഗമൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അതുവരെ എല്ലാവരും ക്ഷമിക്കണം. ഹോം ടൂർ രീതിയിലൊക്കെ ഞങ്ങൾ ഇടാം. ഓക്കെ. എല്ലാവർക്കും നിങ്ങൾ ഈ വില്ലയുടെ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കരുതേ. ഞങ്ങളുടെ എല്ലാം ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിലെ ലിങ്കും ഞങ്ങളുടെ 2 പേരുടെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും അതിന് ഫോളോ ചെയ്യും. ഞങ്ങൾ കട്ട സപ്പോർട്ടായിട്ട് വെക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടും പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ ഗൈസ്. ബൈ ഗൈസ്.